പാർലറിലൊന്നും പോവാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ഹെന്ന പാക്ക് ചെയ്താലോ? നരയുള്ളവർക്കും താരനുള്ളവർക്കൊക്കെ പറ്റിയൊരു പാക്കാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടത് കടുപ്പത്തിൽ നമ്മൾ തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ, തണുത്തതിന് ശേഷം അരിച്ചു മാറ്റിയതാണ്. ഇനി ഹെന്ന പൗഡർ വേണം. ഞാൻ ആയുർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇരുമ്പിന്റെ ചട്ടി വേണം. ഇരുമ്പിന്റെ ചട്ടി മസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇരുമ്പിന്റെ ചട്ടി ഇല്ലാത്തവര് അല്ലാതെയും മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഇരുമ്പിന്റെ ചട്ടിയിൽ ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർനൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമാണ് അതിന്. നമുക്ക് എന്തോരം മുടിയുണ്ടോ അതിനനുസരിച്ചുള്ള ഹെന്ന പൗഡർ എടുത്താൽ മതി. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ തേച്ചു കൊടുക്കാവുന്ന ഒരു ഹെന്ന പാക്ക് ആട്ടോ. പിന്നെ തലനീര് ഉറക്കമുള്ളവരൊക്കെ സൂക്ഷിക്കണം, ഒരുപാട് സമയം വെച്ച് നിൽക്കണ്ടത്. ഇതൊരു പേസ്റ്റ് പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം പോലെ ആവരുത്. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബീറ്റ്റൂട്ട്, ചെറിയൊരു ബീറ്റ്റൂട്ട്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് മാത്രം മതി, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ 3 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ ഹെന്ന മിക്സ്. ഇതിലേക്ക് നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് എന്തിനാ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ട് കളർ കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ കേട്ടോ. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട. അപ്പൊ എൻ്റെ അടുത്ത് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാനിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. പക്ഷെ കൈ വെച്ച് മിക്സ് ചെയ്താൽ നന്നായിട്ട് എല്ലായിടത്തും എത്തും. ഇത് കണ്ടില്ലേ, നമ്മുടെ ഹെന്നയുടെ മിക്സ് കണ്ടോ, ഒരു പ്രത്യേക കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ, ബ്രൂവിന്റെ 1 രൂപയുടെ സാഷെ പാക്കറ്റ് ഇല്ലേ, അതുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് തന്നെ കേട്ടോ ഞാനിത് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം. തന്നെ ചെയ്യുന്ന ഒരാൾ ഇട്ട് തരുന്നത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി മുടി നന്നായിട്ട് ഈരി കൊടുത്തിട്ട് കുറേശ്ശെ ചടയൊക്കെ കളയുക. എന്നിട്ട് കുറേശ്ശെ മുടി എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എവിടെയാണോ നര കൂടുതലുള്ളത് അവിടെ നമുക്ക് തേച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെന്ന ഈ മിക്സ് തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണയുടെ അംശം പാടില്ല. തലേ ദിവസം നമ്മൾ ഹോട്ട് ഓയിൽ മസാജ്, എണ്ണ ഒന്ന് പതുക്കെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കിയിട്ട് തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ച് കഴുകി ഉണക്കിയ തലമുടിയിൽ വേണം നമ്മൾ ഈ ഹെന്ന മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഇത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്യാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിത് ബേക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ വെക്കുന്ന ക്യാപ്പാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്കിന്റെ കവറില്ലേ, അത് വെച്ച് കവർ ചെയ്താലും മതി. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട്, ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് കവർ ചെയ്യുമ്പോൾ അതിന്റെ നന്നായിട്ട് ചൂടൊക്കെ കൊണ്ടിട്ട് ഇത് നന്നായിട്ട് പിടിക്കൂന്നാ പറയണത് തലമുടിയിലോട്ടൊക്കെ. 3 മണിക്കൂർ, 2.5-3 മണിക്കൂർ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. തലനീര് ഉറക്കമുള്ളവരൊക്കെ അതനുസരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഷാമ്പു ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ വാഷ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പതുക്കെ ഒന്ന് ഈരി കൊടുക്കുവാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞാലാണ് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ എനിക്ക് ഉണങ്ങി വരാനായിട്ടുള്ള സമയം ഇല്ല. അപ്പൊ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ബ്ലോ ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി എടുക്കുക കേട്ടോ. ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യണം കൊള്ളില്ല. ഇവിടെ മക്കളാണ് യൂസ് ചെയ്യുന്നത്, ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാനിപ്പോ ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറച്ച് ഉണങ്ങി വന്നപ്പോ തന്നെ ഭയങ്കര ഗ്ലേസിങ് മുടിക്ക്. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ എങ്ങനെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നോക്കട്ടോ, ഇഷ്ടപ്പെടുമെന്ന് പറയണേ. അപ്പൊ മുടി മക്കളെ കണ്ടിട്ട് മോള് പറയുമായിരുന്നു, മമ്മി ഇത് എന്താ ചെയ്തേക്കുന്നത്, പാർലറിൽ പോയി എന്തോ ചെയ്ത പോലെ ഉണ്ട്. ശരിയല്ലേ, എന്തോ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ അവർക്കും നാളെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞേക്കുവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്സ് അറിയിക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വെയിലൊക്കെ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നല്ല പോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കളർ ചെയ്ത പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്.